ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി എല്ലാ നിയോജക മണ്ഡലത്തിലും ഇന്ന് വഖഫ് നിയമം പാസ്സാക്കിയതുമായി ബന്ധപ്പെട്ട് ആഹ്ലാദ പ്രകടനവും അതേപോലെ തന്നെ അതിനെ എതിർത്ത എംപിമാരുടെ കോലം കത്തിക്കലുമാണ് എല്ലാ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലും ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മതപരമായ ആവശ്യങ്ങൾക്ക് അതല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഭൂമിയാണ് വഖഫ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ 1954 രൂപീകൃതമായ വഖഫ് നിയമം രണ്ടാം UPA ഗവൺമെൻറ് കാലത്ത് അത് ഏത് വസ്തുവും വഖഫ് ബോർഡിന് അവകാശപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമാക്കുന്ന രീതിയിലുള്ള നിയമം പാസ്സാക്കുകയും അതിലൂടെ സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും വസ്തു വഖഫ് ബോർഡിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. നമുക്കറിയാം, മുനമ്പം അടക്കമുള്ള പ്രദേശങ്ങളിൽ സാധാരണക്കാരുടെ വസ്തുവകകൾ വഖഫ് ബോർഡിൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അത് സാധാരണക്കാർ താമസിക്കുന്ന ഭൂമി മൊത്തവും വഖഫ് ബോർഡിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ കുറേ നാളുകളായി ആ മുനമ്പം വിഷയമൊക്കെ നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്. അപ്പോൾ ഇതിനൊക്കെ എതിരെ ശക്തമായ ഒരു നിയമം പാസ്സാക്കുകയും നമുക്കറിയാം, രണ്ടാം മോദി ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് CAയും മുത്തലാഖ് അടക്കമുള്ള നിയമങ്ങൾ പാസ്സാക്കിയ മുന്നോട്ട് പോയൊരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റാണ് ഇപ്പോൾ മൂന്നാം മോദി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വഖഫ് നിയമം ഇന്നലെ പാസ്സാക്കിയിരിക്കുന്നത്. ആ നിയമത്തിൽ നമുക്കറിയാം, നേരത്തെ ഈ ബോർഡിൽ ആരൊക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ ഈ ബോർഡിൽ എത്രത്തോളം വസ്തുവകകൾ ഉണ്ടെന്നുള്ളതിൻ്റെ കണക്കോ കാര്യങ്ങളോ കോടതിക്ക് പോലും അറിയാമത്ത ഒരവസ്ഥയാണ്. പക്ഷേ ഇപ്പോൾ ആ നിയമത്തിൽ ആ വഖഫ് നിയമത്തിൽ അല്ലെങ്കിൽ ആ ബോർഡിൽ 2 സ്ത്രീകളുണ്ടാവണം, അതേപോലെ തന്നെ 2 ജനപ്രതിനിധികൾ, അതായത് ജനങ്ങൾ വോട്ട് ചെയ്ത ജനപ്രതിനിധികൾ ഉണ്ടാവണം. അങ്ങനെ പുതിയ തരത്തിലുള്ള നിയമമാണ് ഇന്നലെ പാസ്സാക്കിയിരിക്കുന്നത്. ഈ നിയമം പാസ്സാക്കിയ നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. വഖഫ് ബില്ല് പാസ്സാക്കിയ അതിൻ്റെ ആനന്ദ പ്രകടനമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സന്തോഷത്തിൽ ലഡു വിതരണം നടന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പാർലമെൻറ്റ് മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിലെ MP-യുടെ കോലം കത്തിക്കുകയും ചെയ്തു. കാരണം എന്തെന്ന് വെച്ചാൽ, ഇത്തരത്തിലൊരു നിയമം പാസ്സാക്കുമ്പോൾ ഇവിടുത്തെ MP-മാരടക്കമുള്ളവർ ഇതിനെ എതിർത്തതാണ്. ആ എതിർത്തതിൻ്റെ ഭാഗമായിട്ട് LDFൻ്റെയും UDFൻ്റെയും മുഴുവൻ MP-മാരുടെ ഓഫീസുകളിൽ ഇന്നലെ ജില്ലാ ആസ്ഥാനങ്ങളിൽ അവരെ ഓഫീസുകളിലേക്കും വീടുകളിലേക്കും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇന്ന് എല്ലാ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലും MP-മാരുടെ കോലം കത്തിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ MP ഇവിടെ കൊട്ടാരക്കരയെ സംബന്ധിച്ച് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ MP ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് യാതൊരു വികസനവും എത്തിക്കാതെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പും വരുമ്പോൾ മാത്രം നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു MP-യാണ്. ഒരുപക്ഷെ ഒരു നാടിൻ്റെ വികസനം ഹൈമാറ്റ്സ് ലൈറ്റ് അല്ല, ഒട്ടനവധി വികസനങ്ങൾ MP ഫണ്ട് ഉപയോഗിച്ചൊക്കെ ചെയ്യാന്നിട്ടും ഇതൊന്നും ചെയ്യാതെ ഇലക്ഷൻ വരുമ്പോൾ മാത്രം നമ്മുടെ മുന്നിൽ എത്തുന്ന MP-ക്കെതിരെ വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലടക്കമുള്ള ഒരു ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കേരളം ചർച്ച ചെയ്യുന്ന ഈ രാത്രിയിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ്. കേരളത്തിന്റെ ക്യാപ്റ്റൻ എന്ന് സ്വയം പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ നമ്മുടെ മാസപ്പടി കേസിൽ SFIO പ്രതികരിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ രാത്രിയിൽ കൊല്ലം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കര ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി രാജിവെച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ ഇതിൻ്റെ സത്യാവസ്ഥ ബോധിപ്പിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയാനുള്ളത്. സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തുന്നു. നന്ദി.
വിജയം കത്തട്ടെ.